ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഹെലീസ് വേൾഡിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് എഡ്ഫു ടെമ്പിളാണ്. ആക്ച്വലി നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യുന്നത് നൈൽ ക്രൂയിസിലാണ്. അപ്പോൾ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് നൈൽ ക്രൂയിസിൽ. അപ്പോൾ രാവിലെ നേരത്തെ തന്നെ ഏകദേശം 5:30 ആയപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ വന്നിരുന്നു. ഈ ടെമ്പിളിൻ്റെ പുറത്ത് നല്ല ക്യൂ ആണ്. അപ്പോൾ ക്യൂ നിൽക്കാനായിട്ട് നേരത്തെ പോരണം. ഈ ടെമ്പിൾ ഓപ്പൺ ആവുന്നത് ഏകദേശം 6 മണിക്കാണ്. അപ്പോൾ നല്ല തിരക്കായിരിക്കും. പിന്നെ നമ്മൾ ഈ ടെമ്പിളിലേക്ക് വന്നത് കുതിരവണ്ടിക്കായിരുന്നു കേട്ടോ. റിട്ടേണും അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മളിവിടെ ക്യൂ നിൽക്കുന്നില്ലേ, അതിൻ്റെ സൈഡിൽ കാണുന്നതാണ് ഈ ഷോപ്സ് എല്ലാം. ഇവർക്ക് നമ്മളെ കണ്ടാൽ തന്നെ അറിയാം നമ്മൾ ഇന്ത്യൻസ് ആണെന്ന്. നമ്മളെ കാണുമ്പോൾ തന്നെ ഇവർ സിനിമാ നടന്മാരുടെയൊക്കെ പേരുകൾ വിളിച്ചു പറയാൻ തുടങ്ങും. ഷാരൂഖ് ഖാൻ, കരീന കപൂർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് നല്ല പരിചയമാണ്. ഇവർ സ്ഥിരം കാണുന്നത് ഹിന്ദി സിനിമാസ് ആണെന്ന് തോന്നുന്നു. പിന്നെയാണെങ്കിൽ ഇന്ന് ചേട്ടായും മരിയമ്മോളും ഇങ്ങോട്ട് വന്നില്ല. കാരണം നേരത്തെ തന്നെ എഴുന്നേൽക്കണ്ടായിരുന്നു. അത് മരിയമ്മോളാണെങ്കിൽ ഭയങ്കര ടയേർഡാണ്. അവൾ ക്ഷീണമായതുകൊണ്ട് അവൾ കിടന്നുറങ്ങി. അപ്പോൾ ചേട്ടായി പറഞ്ഞു, ചേട്ടായി നോക്കിക്കോളാം, ഞങ്ങളോട് പോയിക്കോളാൻ പറഞ്ഞു. ഞാനാണെങ്കിൽ അവന്മാരെയും കൂട്ടിയിട്ട് ഇങ്ങ് പോന്നു. പിന്നെ ഈ ടെമ്പിൾ ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്നത് ഗോഡ് ഹോറസിന് വേണ്ടിയിട്ടാണ്. ഗോഡ് ഹോറസിൻ്റെ പിക്ചേഴ്സൊക്കെ ഇവിടെ നമുക്ക് കാണാം. ഫാൽക്കൺ ഗോഡ് എന്നും കൂടിയാണ് ഗോഡ് ഹോറസ് അറിയപ്പെടുന്നത്. നമ്മൾ കാണുന്നില്ലേ, ഇതിനകത്ത് 2 ഫാൽക്കണിൻ്റെ വലിയ പ്രതിമകൾ, ഗ്രാനൈറ്റ് പ്രതിമകൾ എൻ്റെ ബാക്കിൽ കാണുന്നുണ്ട്. അത് രണ്ടും ഈ ഗോഡ് ഹോറസിൻ്റെ സ്റ്റാച്യൂസാണ്. പിന്നെയാണെങ്കിൽ ഇതിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ തകർക്കപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. മണ്ണിനടിയിലും വെള്ളത്തിനടിയിലൊക്കെ പെട്ട് കുറേ ഭാഗങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്. പിന്നെയാണെങ്കിൽ ഈ ടെമ്പിൾ പണിയാനായിട്ട് ഏകദേശം 180 വർഷങ്ങളെടുത്തു എന്നാണ് പറഞ്ഞത്. പിന്നെ ഈ ടെമ്പിളിൻ്റെ പഴക്കം പറയുകയാണെങ്കിൽ ഏകദേശം 2500 വർഷങ്ങളെ ആയിട്ടുള്ളത് പണിതിട്ട്. പിന്നെ കണ്ടില്ലേ, ഇതാണ് രണ്ടാമത്തെ പാർട്ട് ഈ ടെമ്പിളിൻ്റെ. ഇത് ചുറ്റും തൂണുകളാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. ഒരുപാട് തൂണുകളുണ്ട്. നല്ല പൊക്കത്തിലുള്ള തൂണുകളാണ് ഇതിൻ്റെ ചുറ്റും ഉള്ളത്. നോക്കിക്കേ. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെമ്പിളിനെ കുറിച്ച് ഭയങ്കര ആധികാരികമായിട്ടൊന്നും പറയാനൊന്നും എനിക്കറിയില്ല. കുറേയൊക്കെ നമ്മുടെ ടൂർ ഗൈഡൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ തന്നു. അതിനെക്കുറിച്ചൊക്കെ കുറച്ചൊക്കെ കിട്ടിയതൊക്കെ ഞാനിവിടെ പറഞ്ഞു. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കാണാനും ഇവിടെ ചെല്ലാനും ഒക്കെ കഴിഞ്ഞത് തന്നെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല ഈജിപ്തിൽ ചെല്ലുന്നോ ഇങ്ങനെയുള്ള ടെമ്പിളുകളൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റുമെന്നോ ഒന്നും ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. പിന്നെ മരിയുവിനെയും കൊണ്ട് ഒരിക്കലും ഇവിടേക്ക് എത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓർക്കാൻ പോലും പറ്റില്ല, ഭയങ്കര പാടായിരിക്കും. പക്ഷേ ഞങ്ങൾ 2 പേരും കൂടിയും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇങ്ങനെ ഓരോ ടെമ്പിളുകളും ഈജിപ്റ്റ് തന്നെ ഫുള്ളായിട്ട് കറങ്ങാൻ പറ്റിയത്. ഞാനും ചേട്ടായും നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ്.